ശരിക ആ ഒരു ദേശീയ പണിമുടക്ക് അല്ലെങ്കിൽ ഒരു ദേശീയ പണിമുടക്കിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ നടന്ന തോന്നിയാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മുടെ മുന്നിലുണ്ട്. യൂട്യൂബിൽ തപ്പിയാൽ തന്നെ ഇത്തരത്തിൽ CIT-കാരുടെ തോന്നിയാസങ്ങൾ, പ്രത്യേകിച്ച് അവരുടെ CIT തന്നെയായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. പിന്നീട് പല തൊഴിലാളി സംഘടനകൾ ഒരുമിച്ചാണ് പണിമുടക്ക് നടത്തിയതെങ്കിൽ പോലും CIT തന്നെയാണ് പലയിടത്തും ഇത്തരത്തിൽ തോന്നിയാസം നടത്തിയത്. അല്ലെങ്കിൽ ആളുകളെ ഓഫീസിലിട്ട് പൂട്ടുക, മത്സ്യ മാർക്കറ്റിൽ ചെന്ന് മണ്ണെണ്ണ ഒഴിച്ച് മീൻ നശിപ്പിക്കുക എന്ന് പറയുക, കാറിന്റെ കാറ്റഴിച്ചു വിടുക, ഇതുപോലുള്ള കലാപരിപാടികളായിരുന്നു സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം നടന്നത്. അതോടൊപ്പം SFIയും പിന്നിലല്ലായിരുന്നു. പാചക തൊഴിലാളിയെ വരെ ഭീഷണിപ്പെടുത്തുന്ന SFI കുട്ടി വനിതാ നേതാവിനെ നമ്മൾ കണ്ടു. ഇത് എന്താണ്? ഇത് എങ്ങോട്ടാണ് കേരളത്തെ കൊണ്ടുപോകുന്നത്? സത്യത്തിൽ വോട്ട് കൊടുത്ത ജനത്തെ കഴുതയാക്കി ചിരിപ്പിക്കുക, അല്ലെങ്കിൽ കോമാളി, അതായത് ജനങ്ങൾ കോമാളികളാണ്. കാരണം ഇപ്പോൾ ഷിജിത്ത് പറഞ്ഞതുപോലെ ഈ ദേശീയ പണിമുടക്കിന് ആഹ്വാനം നടത്തുന്നതും അല്ലെങ്കിൽ അതിന് ചുക്കാൻ പിടിക്കുന്നതും ഭരണപക്ഷത്തിരിക്കുന്ന പാർട്ടികളുടെ സിൽബന്ധികളല്ലേ. NTUC, ഈ പറയുന്ന പോലെ CITU എന്നൊക്കെ പറയുന്ന ഇവരുടെ പാർട്ടികൾ എല്ലാം ഇവരുടെ ചുവന്ന കൊടിക്കാരാണ് എല്ലായിടത്തും കുത്തിക്കറിച്ചില്ലെന്നത്. അപ്പോൾ മുഖ്യനാണെങ്കിൽ അമേരിക്കയ്ക്ക് പോവുകയും ചെയ്തു. എന്നിട്ട് മാത്രമല്ല, അതിൽ വേറൊരു വിരോധാഭാസം എന്ന് പറയുന്നത് ഡയസ്നോൺ അങ്ങോട്ട് പ്രഖ്യാപിക്കുക. അല്ല, ഇവരുടെ പാർട്ടിക്കാർ തന്നെ ദേശീയ പണിമുടക്ക് പ്രഖ്യാപിക്കുന്നു, കൂട്ടത്തിൽ സർക്കാർ അപ്പുറത്തിട്ട് ഡയസ്നോൺ പ്രഖ്യാപിക്കുന്നു, ഗതാഗത മന്ത്രി പറയുന്നു KSRTC ഞങ്ങൾ ഓടിക്കും, ഞങ്ങൾ സമരത്തിലില്ല എന്ന് പറയുന്നു. എന്നിട്ട് വെളുപ്പാങ്കാലം തൊട്ട് അല്ലെങ്കിൽ തലേന്ന് അർദ്ധരാത്രി തൊട്ട് തന്നെ KSRTCയെ തടയുകയായിരുന്നു സമരക്കാരുടെ മെയിൻ പണി. സമരം ചെയ്യാൻ അവകാശം മന്ത്രി ആ സമയത്ത് പറഞ്ഞ സമയത്ത് തന്നെ അവർ പ്രഖ്യാപിച്ചല്ലോ, ഞങ്ങൾ പങ്കെടുക്കുന്നു പറയുന്നു. പിന്നെ മന്ത്രിയുടെ വാക്കിന് എന്ത് വിലയാണ്? അപ്പോ ഈ സമരം ചെയ്യുന്നത് നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ എല്ലായ്പ്പോഴും സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിപ്ലവത്തിലൂടെയാണ് നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം കിട്ടിയത്, നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത്. ഒരുപാട് വിപ്ലവങ്ങൾ ഉണ്ടാക്കിയതൊക്കെ സമരം തന്നെയാണ്. ഇപ്പോൾ കുട്ടികളുടെ കൺസെഷന്റെ കാര്യങ്ങൾ, SFI നമ്മൾ പറയുമ്പോൾ കുട്ടികളുടെ കൺസെഷന്റെ കാര്യത്തിൽ ഒരുപാട് സമരം മുഖങ്ങൾ കണ്ട നാടാണ് കേരളം. പക്ഷേ ഇന്നത്തെ സമരം എന്ന് പറയുന്നത് ഗുണ്ടായിസമാണ്. അതായത് ഇതിൽ കേരളത്തിലെ പകുതി ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഈ സമരം എന്തിനായിരുന്നു എന്ന്. അതൊരു നമ്മുടെ രാജ്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാടിനൊരു ബോധ്യം വേണം. ഇതില് സത്യം പറഞ്ഞാൽ ഇതിൽ നേതാക്കന്മാർക്ക് പോലും കൃത്യമായിട്ട് അറിയില്ല. സീരിയസ്ലി ആർക്കും അറിയില്ല. എത്ര നേതാക്കന്മാർക്ക് അറിയാം ഈ സമരം എന്തിനായിരുന്നു നടത്തിയതെന്ന് എണ്ണമിട്ട് പറയാൻ സാധിക്കും. ആരുടെ പ്രയോജനത്തിന് വേണ്ടിയിട്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസത്തെ ബന്ധു പോലെ സംസ്ഥാനം മുഴുവൻ സമീപിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാരുടെ, ചെറുകിട വ്യാപാരികളാകട്ടെ വൻകിടക്കാരെ വിട്ടേക്കൂ, ചെറുകിടക്കാരുണ്ട്, വഴിയോര കച്ചവടക്കാരുണ്ട്, അന്നന്ന് കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന കൂലി തൊഴിലാളികളുണ്ട്. അവരുടെയൊക്കെ അന്നം മുടക്കാനുള്ള കാരണം എന്തായിരുന്നു? എന്തിന് വഴിയോരത്ത് ഇരിക്കുന്ന ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ വലയുന്ന ഭിക്ഷക്കാരുണ്ടായിരുന്നു, യാചകരുണ്ടായിരുന്നു. ഇതൊക്കെ ആരോടാണ് ഇവർ സമാധാനം പറയുന്നത്? ഇതിനൊക്കെ എന്ത് തോന്നിവാസവും കാണിക്കാമെന്നുള്ളൊരു അഴിച്ചു വിട്ടിരിക്കുകയാണോ സർക്കാർ വരെ? പിന്നെ മറ്റൊന്ന്, എന്തും ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതെ. അപ്പൊ ഈ കടകൾ അടപ്പിക്കുക, വാഹനങ്ങൾ തടയുക, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആളുകളെ തടയുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാം എന്ന് കരുതുന്നത് വിഡ്ഢികളാണ്, അല്ലേ? അതായത് ഒരു ലാപ്ടോപ്പും ഇന്റർനെറ്റും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാം. അങ്ങനെ ജോലി ചെയ്യുന്ന ആളുകൾ നിരവധി ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ട് അവർ സ്വന്തം വീട്ടിലിരുന്ന് ജോലി ചെയ്ത് കഴിഞ്ഞു. കോർപ്പറേറ്റ് കമ്പനികളൊക്കെ അങ്ങനെയാണ് ചെയ്തത്. വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഈ റോഡിൽ ഇറങ്ങിയത് ആരൊക്കെയാ? സാധാരണ മീൻ വിൽക്കുന്ന ആളുകൾ, ലോട്ടറി കച്ചവടക്കാർ, അതെ, അങ്ങനെയുള്ള ഏറ്റവും അടുത്തിട്ടുള്ള സാധാരണക്കാരാണ് ഇറങ്ങിയത്. അവരെയാണ് ഈ CIT-കാരൊക്കെ ഭീഷണിപ്പെടുത്തുകയും അവരുടെ ജീവിതമാർഗം ഇല്ലാതാക്കുകയും ചെയ്തത്. അല്ലാതെ വൻകിട കോർപ്പറേറ്റുകൾക്കോ വലിയ ഷോപ്പിംഗ് മാളുകൾ വെച്ച് നടത്തുന്ന ആളുകൾക്കോ ഒരു വിഷയവും വന്നിട്ടില്ല. കോഴിക്കോട്ടും തിരുവനന്തപുരത്തൊക്കെ വലിയ വൻകിടക്കാരുടെ ഇത്തരം എന്താ പറയാ, ലുലു മോൾ പോലുള്ള കാര്യങ്ങൾ, ആ സ്ഥാപനങ്ങളൊക്കെ കൃത്യമായി നടന്നിട്ടുണ്ട്. അവിടെ ഇരട്ടി ബിസിനസ് നടന്നു എന്നൊക്കെയാണ് വിവരങ്ങൾ. അത് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്ത് മാത്രമാണ് ഇത്രയും രൂക്ഷിതമായിട്ടുള്ള വിപ്ലവത്തിന്റെ ആഹ്വാനവും ബന്ദിന്റെ ആഹ്വാനവും. മഹാരാഷ്ട്രയോ കൽക്കത്തയോ ഡൽഹിയിലോ ഒന്നും ഇതൊന്നും മുട്ടുസൂചി വീഴുന്ന ഒരു ലാഘവം പോലും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത്. അപ്പൊ പിന്നെ എവിടെയാണ് ദേശീയം എന്ന് പറയുമ്പോൾ ഒരു രാജ്യം മുഴുവൻ ഇതിനു വേണ്ടി പ്രതിഷേധിക്കേണ്ടത്? എവിടെയാണ് അപ്പൊ ദേശീയത ഉണ്ടാവുന്നത്? ദേശീയം എന്ന് പറയുന്നത് ഭാരതപ്പുഴ കേരളത്തിലൂടെ ഒഴുകുന്ന പോലെ, കേരളത്തിൽ ഒഴുകുന്നോണ്ട് അതിന് ഭാരതപ്പുഴ എന്ന് പേര്, അങ്ങനെ ഒരു ഭാരതപ്പുഴ വന്നു. അതുപോലെയുള്ള ട്രോളുകളൊക്കെ കണ്ടിട്ടുണ്ട്. ദേശീയ പണിമുടക്ക് എന്ന് പറഞ്ഞാൽ ഒരു പകുതി നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളെയും പിന്തുണയ്ക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത് കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. അവിടെ പോലും INTUC കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയാണ്. അവർ പറഞ്ഞിട്ട് പോലും ബാംഗ്ലൂരോ അല്ലെങ്കിൽ മംഗലാപുരത്തോ ഒരു ചലനവും ഇതുണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആരെയാണ് പറ്റിക്കുന്നത്? നിങ്ങൾ ഈ കേരളത്തിലെ കുറച്ച് പാവങ്ങൾ റോഡിലിറങ്ങിയ അവരുടെ വണ്ടിയും അവരുടെ ജീവനും ഭീഷണി ഉണ്ടാവുമെന്ന് പേടിച്ചുകൊണ്ട് മാത്രമാണ്, അല്ലെ? ഇപ്പം ശാരിക എന്ന് വരാതിരുന്നത് ഇവരുടെ കല്ലേറോ മറ്റോ കിട്ടും എന്ന് പേടിച്ചിട്ടുണ്ട്. അല്ലാതെ ഇതിനോട് താല്പര്യം ഉണ്ടായി? എനിക്ക് 101% താല്പര്യമില്ലാത്ത ഐറ്റമാണ് ഇത്. പിന്നെ ഇത് മാത്രമല്ല, ഇതിൽ 80% ജനങ്ങളുടെയും ഇതിന് ശേഷം പിറ്റേ ദിവസം ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ ഇവർക്ക് ധൈര്യം ഉണ്ടാവുമോ ഷിജിത്തെ? ഈ പറയപ്പെടുന്ന പാർട്ടിക്കാരിലെ ഏതെങ്കിലും ആൾക്കാരും ഈ ആക്രോശിക്കുന്നവന്മാർ ആരെങ്കിലും ചെന്നിട്ട്
10 തൊഴിലാളികളോടൊന്ന് ചോദിച്ചു നോക്കുക, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിട്ടാണോ സമരത്തിൽ പങ്കെടുത്തെന്ന് ചോദിച്ചാൽ അവരെ ആട്ടിവിടും. അത് അവർ നല്ല രീതിയിൽ അവർ പ്രതിഷേധിക്കും. ജനങ്ങൾ ഒരു പക്ഷേ കർണക്കുറ്റിക്ക് അടിച്ചു വിടും. ആ ഒരു ലെവലിൽ ജനങ്ങൾക്ക് അത്രയധികം സപ്രസ് ചെയ്താണ് ജനങ്ങൾ വീട്ടിലിരുന്നത്. കാരണം അവരുടെ അന്നമാണ് മുടക്കിക്കളഞ്ഞത്. അവർക്കൊരു പ്രയോജനം ഇല്ലതാനും. ആരെയൊക്കെയോ പറ്റിക്കാനായിട്ട്, ആരുടെയൊക്കെ സ്വജനപക്ഷപാതത്തിന്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക, അവരുടെ അരിയിൽ മണ്ണിടുക അല്ലെങ്കിൽ അവരുടെ കഞ്ഞിയിൽ മണ്ണിടുക എന്ന് മാത്രമായിരുന്നു ഉദ്ദേശിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ തെറ്റായി പോകുന്നില്ല. മറ്റൊരു വിഷയം കൂടിയുണ്ട് ശാരിക. ഈ ആശാ വർക്കർമാർ എത്രയോ ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിലാണ്. അവർക്ക് മിനിമം വേതനം, ചെറിയ ചെറിയ ആവശ്യങ്ങൾ, അതിൽ തിരിഞ്ഞു നോക്കാത്ത ഇടതുപക്ഷമാണ് ഈ സമരം നടത്തുന്നത്. മോദിക്കെതിരെ സമരം നടത്തിക്കോട്ടെ, അതിൽ മോദിയെ നമ്മൾ സ്നേഹിക്കുന്നു, പ്രധാനമന്ത്രി എന്ന രീതിയിൽ അംഗീകരിക്കുന്നു, അദ്ദേഹത്തിന്റെ നയങ്ങളെല്ലാം തന്നെ നമ്മൾ പിന്തുണയ്ക്കുന്നൊന്നുമില്ല. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമരം ചെയ്യാം, അതൊക്കെ ഉണ്ട്. പക്ഷെ ആശാ വർക്കർമാരുടെ സമരം പൊളിക്കാൻ മുന്നിട്ട് നിന്ന തൊഴിലാളി സംഘടനകൾ തന്നെയാണ് ഇത്തരത്തിൽ ദേശീയ പണിമുടക്ക് നടത്തിയത്. അതോടൊപ്പമാണ് SFIയുടെ ഒരു വനിതാ നേതാവിന്റെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തു വന്നു. ഒരു പാചക തൊഴിലാളി കണ്ണൂർ ശ്രീകണ്ഠാപുരത്ത് ആ കുട്ടിയുടെ അമ്മൂമ്മയുടെ പ്രായമുണ്ട്, അവരെ ഭക്ഷണം ഉണ്ടാക്കുകയാണ്, അവരുടെ കയ്യിലെ പാത്രങ്ങൾ വലിച്ചെറിയുന്നു, അരി, അതായത് കഴുകിയ അരി വലിച്ചെറിയുന്നു, അന്നമാണ്. SFIയുടെ വനിതാ നേതാവാണ്, അക്ഷയ എന്നാണ് ആ കുട്ടിയുടെ പേര്. ഇങ്ങനെയുള്ള ആളുകളാണ് ഇടതുപക്ഷത്ത് വളർന്നു വരുന്നത്. ഇങ്ങനെയുള്ള മറ്റേ കരിവീടുകളെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തേളുകളെയാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. കാരണം അത് ഞറക്കും, വിഷം തുപ്പും. എങ്ങനെ തോന്നുന്നു ഈ പറയപ്പെടുന്ന കുഞ്ഞുങ്ങളൊക്കെ ഒരു വീട്ടിൽ എത്ര പേര് ഇന്നും പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ പട്ടിണിയില്ല, ദാരിദ്ര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ എത്ര കുട്ടികൾ 4 നേരം ഇന്നും സമൃദ്ധമായ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നുണ്ട്. അപ്പൊ ഈ അരിയും ഈ ഒരു ചോറും ഒക്കെ ആയിരിക്കും കുട്ടികൾ ഉദ്ദേശിക്കുന്നത്. എന്തിനാണ് കുഞ്ഞുങ്ങളോട് ഇത് രോഗം? അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ളത്, ദേവി ഇത് സമരങ്ങൾ നടത്തുമ്പോൾ പാവപ്പെട്ട ഈ അറ്റ്ലീസ്റ്റ് 4 ക്ലാസ് വരെയുള്ള കുഞ്ഞുങ്ങളെ ഒഴിവാക്കുക, കുട്ടികളെ ഒഴിവാക്കുക, ഹൈസ്കൂൾ വിട്ടേക്കുക, അതിന് മുമ്പുള്ള കുട്ടികളെ ഒഴിവാക്കുക. അവരെന്തിനാണ് ഇങ്ങനെ പേടിപ്പിക്കുന്നത്? അത് SFIയുടെ വിദ്യാഭ്യാസ ബന്ധമായിക്കോട്ടെ, നമ്മുടെ ദേശീയ പണിമുടക്കായിക്കോട്ടെ. കഴിഞ്ഞ ദിവസം ഈ ദേശീയ പണിമുടക്കിന്റെ അന്നും ഈ പറയപ്പെടുന്ന പോലെ അരുവിക്കരയിലെ ഒരു സ്കൂളിലാണ്, LP സ്കൂളിലാണ് അധ്യാപകരെ പൂട്ടിയിട്ടത്. 3:30 കഴിഞ്ഞ് ഇറങ്ങാൻ പോയവരെ സമ്മതിക്കാതെ രാത്രി 12 മണി ഇരിക്കണമെന്ന് ആക്രോശിക്കുന്നു. ഇവന്മാരും ഒക്കെ സ്കൂളിൽ പഠിച്ചിട്ടില്ല, ഇവരുടെയൊക്കെ മക്കളും സ്കൂളിൽ പഠിക്കുന്നില്ലേ? ഇവരുടെ ആവശ്യം അത് മാത്രമല്ല ചിത്രയിലെ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് ഇവരുടെ ആൾക്കാർ, ഈ സമരത്തിൽ പങ്കെടുക്കുന്നവരൊക്കെ വിശാലമായിട്ട് ഷോപ്പിങ്ങിനും അതിനും ഇതിനൊക്കെ പോകുന്നു. മാത്രമല്ല അതിൽ ഏറ്റവും വലിയ രസകരം, ഇവരൊക്കെ കാറുകളിൽ യാത്ര ചെയ്യുക, പ്രകടനത്തിൽ പങ്കെടുക്കാൻ കാറിലാണ് നേതാക്കന്മാർ എത്തുന്നത്. അപ്പൊ എത്രത്തോളം നമ്മുടെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നു എന്ന് മാത്രമേ ഇതിലൂടെ പറയാനുള്ളൂ. ദേശീയ പണിമുടക്കായാലും ഇനി സംസ്ഥാന പണിമുടക്കായാലും, അല്ലെങ്കിൽ ഈ പണിമുടക്കിന്റെ ഒക്കെ കാലം കഴിഞ്ഞു, ഉള്ള പണി എടുത്തിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. 500 രൂപയാണ് വെളിച്ചെണ്ണയ്ക്ക് വില. ഒരു സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മളൊക്കെ കേരളത്തിൽ ഇങ്ങനെ തട്ടിമുട്ടി പോകുന്നത്. അപ്പൊ ഒരു ദിവസത്തെ വരുമാനം നമുക്ക് ഇല്ലാതാകുമ്പോൾ എത്രത്തോളം വിഷമം ഉണ്ടാവുന്നു മാത്രമേ പറയാനുള്ളൂ. ഇനിയെങ്കിലും ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത്? ദേവി ഇത്തരം തോന്നിവാസങ്ങൾ, ജനങ്ങൾ പാവങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. അല്ലാതെ ഈ പറയുന്ന പോലെ ദേശീയ പണിമുടക്ക് എന്നുള്ള പ്രഹസനം, സംസ്ഥാന പണിമുടക്കുന്ന പ്രഹസനം ജനങ്ങളുടെ സപ്പോർട്ടില്ലാതെ ദേവി ചെയ്യരുത്. ചെയ്താൽ പ്രതികരണം അതിഭീകരമായിരിക്കും. എല്ലാ കാലവും ജനങ്ങൾ ഇങ്ങനെ മിണ്ടാതിരിക്കത്തില്ല. ജനങ്ങൾ തെളിവിറങ്ങുമ്പോൾ സമരക്കാർ കണ്ടം വഴി ഓടും. തീർച്ചയായും.